വിനീതമാൻ അമ്മായികുന്നൻ, ടിമി വിൽസൺ. സി ഗ്രൂപ്പിലെ ഒന്നാമത്തെ ടീമും എ ഗ്രൂപ്പിലെ ഒന്നാമത്തെ ടീമും വനിതകളുടെ രണ്ടാം സെമി. വിനീതമാൻ അമ്മായികുന്നൻ ആദ്യ മത്സരത്തിന്റെ വിജയി. കായിക താരങ്ങൾ ടിമി വിൽസന്റെ നേതൃത്വത്തിൽ. ടിമി വിൽസൺ ക്യാപ്റ്റൻ. കോച്ചിങ് കൊടുത്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കും. കളിക്കാരന്റെ വിജയവുമായി വിനീതമാനമ്മായികുന്നതിന്റെ പടയാളികളെങ്കിൽ പറഞ്ഞത് ടിമി വിൽസന്റെ പടയാളികളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നത്. ആദ്യ കളിക്കാരനുകളിലേക്ക് വീണ്ടും പടമയച്ച പടക്കളത്തിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ ആദ്യ പോരാട്ടത്തിൽ തങ്ങളുടെ പാണ്ഡാപുരത്ത് കടന്നു വന്ന പോരാളികൾ വിനീതമാനമ്മായികുന്നതിൽ കൈയടികൾ കടലാട്ടത്തിന് തുടക്കം കൊടുക്കുന്ന 14 താരപ്രജാപതികൾ വിനീതമാനമ്മായികുന്നതിൽ പത്തടിക്കരികിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ ടിമി വിൽസൺ വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത പോരാളികൾ കൈയടിച്ചു. ആദ്യ മത്സരത്തിന്റെ മത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന 14 താരങ്ങളുമായി പടക്കളത്തിലേക്ക് ആവേശകരമായ ഒരു പോരാട്ടം. ആദ്യ സെറ്റ് പോരാട്ടം വിജയിച്ച് ടിമി വിൽസൺ നേതൃത്വം കൊടുക്കുന്ന ടീം രണ്ടാം സെറ്റിലേക്ക് പ്രവേശിക്കും. വിജയ് ജോസ് കണ്ടത്തിൽ വനിതകളുടെ ആദ്യ മത്സരത്തിന്റെ ഓരോ സെറ്റ് വിജയങ്ങളാണ് അവർ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത്. ആ ടീമിന്റെ കായിക താരങ്ങളൊന്ന് തയ്യാറാവുക. ഇത് കഴിഞ്ഞാൽ അവരുടെ സെമി മത്സരത്തിന്റെ പോരാട്ടം നടത്തേണ്ടതുണ്ട്. വടം ചുറ്റി കെട്ടി കൊടുത്താൽ എല്ലാവരുടെ അടുക്കും ശ്വാസത്തിന് പ്രശ്നം ഉണ്ടാവും. അവർക്കത് ലൂസ് ചെയ്യാൻ അറിയില്ല. ജോസഫ് ബെക്കാട്ടിൽ ടീമിന്റെ താരങ്ങൾ പുരുഷന്മാരുടെ ടീമുകൾ തയ്യാറാവും. ആദ്യത്തെ
വിജയത്തിന് പര്യാവർത്തനം എത്തിച്ചേർക്കുവാൻ സ്റ്റിമി വിൽസന്റെ പടയാളികൾ മുന്നേറുന്നു. വിജയിച്ചവർ ഫൈനൽ പോരാട്ടത്തിലേക്ക് സ്റ്റിമി വിൽസന്റെ പോരാളികൾ ഫൈനലിലേക്ക്. ലിനി മാത്യു പുത്തൻപുരിക്കൽ ടീം ലൂസേഴ്സ്, അതോടൊപ്പം തന്നെ ബിനി ജയ്മോൻ അമ്മായികുന്നൽ ടീമിന് ലൂസേഴ്സ് ഗോൾ മത്സരം ഒറ്റ വലയിൽ അവസാനിക്കുന്ന മത്സരം ബാക്കി ഉണ്ടായിരിക്കും. താരങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഗ്രാൻഡ് ഫിനാലെ അന്തിമ യുദ്ധം. സ്റ്റിമി വിൽസൺ നേതൃത്വം കൊടുക്കുന്ന സി ഗ്രൂപ്പിൽ നിന്നും ഒന്നാമതായി കടന്നെത്തിയ ഇടവകയുടെ കായിക സംഘങ്ങൾ മറുതീർത്ത് അതേ ഗ്രൂപ്പിൽ നിന്നും രണ്ടാം സ്ഥാനക്കാരായി കടന്നെത്തിയ പോരാളികൾ ലിനി മാത്യു പുത്തൻപുരയ്ക്കൽ. ഒരു ഗ്രൂപ്പിൽ നിന്ന് രണ്ടുപേരാണ് എത്തിച്ചേരുന്നത്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആ ഗ്രൂപ്പുകാർക്ക് അഭിമാനിക്കാം. ഒറ്റ ഗ്രൂപ്പിൽ നിന്നും കടന്നു വരുന്ന പോരാളികളാണ് ഫൈനൽ പോരാട്ടത്തിൽ കണ്ടുമുട്ടുന്നത്. ഒറ്റ വാർഡിൽ നിന്നും കടന്നു വരുന്ന 14 താരങ്ങളാണ്. ഫൈനൽ ഒറ്റ വലയിൽ അവസാനിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഞങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിലും കായിക താരങ്ങൾ താല്പര്യപ്പെട്ടാൽ നമ്മൾ അതിന് വിസ്മരിച്ചുകൂടാ. അതൊരു കാര്യമാണ്. ഒരു വലി മതി, ഒറ്റ വലി മതി. ഓക്കെ, ചേച്ചിമാരെല്ലാം ഒറ്റ വലിക്ക് തയ്യാറാണ്. അപ്പൊ ആയിക്കോട്ടെ. എന്തായാലും ഒരു ഇടവക അംഗങ്ങൾ ഒറ്റ വാർഡിന്റെ കീഴിൽ മുഖാമുഖം പടവെട്ടുവാൻ പടക്കളത്തിൽ ശത്രുക്കളായി അണിനിരക്കുക. ഇവിടെ ഉടമ്പടികളോ ഒത്തുചേരലുകളോ ഒന്നുമില്ലാതെ പടക്കളത്തിൽ ശത്രുക്കൾ, പടക്കളത്തിന് പുറത്തുവർ മിത്രങ്ങളാണ്. സ്റ്റിമി വിൽസൺ നേതൃത്വം കൊടുക്കുന്ന സി പൂളിന്റെ ഗ്രൂപ്പിന്റെ ഒന്നാം സ്ഥാനത്ത് അതേ സി ഗ്രൂപ്പിന്റെ രണ്ടാം സ്ഥാനക്കാരായ ലിനി മാത്യു പുത്തൻപുരയുടെ കളിക്കൂട്ടുകൾ. ഇവർ പടക്കളത്തിൽ ശത്രുക്കളായി തന്നെ പടമിട്ടു. പരമ്പരായിട്ടും സ്പോൺസർ ചെയ്യുന്ന കാശ് അവാർഡുകൾ ആവേശമാകാശത്തോളം വരുന്ന പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന കളിക്കൂട്ടുകാരുടെ പോരാളികൾ. പടക്കളത്തിലേക്ക് സി ഗ്രൂപ്പിൽ ഒന്നാമതായി എത്തിച്ചേർന്ന സ്റ്റിമി വിൽസന്റെ പടയാളികൾ ചാമ്പ്യൻ പട്ടവുമായി കടന്നു പോകുന്നു. രണ്ടാം സ്ഥാനക്കാരായി ലിനി മാത്യുവിന്റെ പോരാളികളും കടന്നു പോകുന്നു. ഈ കളിക്കളം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരുടെയും നല്ല സഹകരണത്തിനും നല്ല പിന്തുണയ്ക്കും അഭിമന്യനായ വികാരി അച്ഛനോടൊപ്പം ഈ മത്സരത്തെ ഇവിടെ സംഘടിപ്പിക്കുക വേദി ഒരുക്കിത്തുന്ന കോട്ടയം ജില്ലാ ടെക്കോ സാറിന്റെ ഒരു അനുവാദം നൽകിയ ഈ അരീക്കര സെന്റ് റോക്കീസ് ദേവാലയത്തിലെ മുഴുവൻ വിശ്വാസികൾക്കും ഈ ദേവാലയത്തിന് അഭിമന്യനായ വികാരിക്കും അതോടൊപ്പം തന്നെ അരീക്കര എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദിയിരിക്കും. കിട്ടി